ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിനിടെ ഉറങ്ങിപ്പോയ മോഷ്ടാവിനെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. വെള്ളറടയിലെ കോവില്ലൂർ ശ്രീ കഴുകുവൽവട്ടം ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം. നിരവധി മോഷണക്കേസിലെ പ്രതിയായ തമിഴ്നാട് സ്വദേശി സെന്തിലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. ഇന്ന് രാവിലെ അയ്യപ്പൻകൊട്ടിൻ്റെ ഭാഗമായി ക്ഷേത്ര പൂജാരി നട തുറക്കാനെത്തിയപ്പോഴാണ് ശ്രീകോവിൽ തുറക്കാൻ കഴിയാത്ത നിലയിൽ കിടന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പൂട്ട് പൊട്ടിച്ചതായി കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തിരുന്നുറങ്ങുകയായിരുന്നു മോഷ്ടാവ്. ക്ഷേത്രപൂജാരി വിളിച്ചിട്ടും മയക്കത്തിലായിരുന്ന മോഷ്ടാവിനെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് വെള്ളറട പോലീസിന് കൈമാറുകയായിരുന്നു. ഒരു 10 വരെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുംഭാഭിഷേകം പ്രമാണിച്ച് എൻ്റെ ഫ്ലെക്സ് കെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. 10 ശേഷമാണ് പൂട്ടിയിട്ടോട്ടൊന്ന് പോകുന്നത്. അപ്പോൾ അതിനുശേഷം രാവിലെ ഇന്നൊരു അയ്യപ്പക്കെട്ടുണ്ടായിരുന്നുകൊണ്ട് നട തുറന്നു. സാധാരണ വൈകിട്ടാണ് നട തുറക്കാറ്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പക്കെട്ടുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ നട തുറക്കാൻ വേണ്ടി പോറ്റി വന്നപ്പോൾ കാര്യാലയത്തിനകത്ത് കസ്റ്റഡിയിൽ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പോറ്റി വിചാരിച്ചു അയ്യപ്പക്കെട്ടിൻ്റെ ആരെങ്കിലും ആയിരിക്കും, നേരത്തെ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ താക്കോല് പുള്ളി കാലിൽ ചവിട്ടി പിടിച്ചിരുന്നു തറയിൽ. താക്കോലെടുത്ത് പോറ്റി ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ നട തുറന്നു. ഒന്നാമത്തെ നട തുറന്ന് രണ്ടാമത്തെ നട തുറക്കാൻ വേണ്ടി നോക്കിയപ്പം അത് തുറക്കാൻ പറ്റുന്നില്ല. അതിരി വലിയ വാതിലാണ്. സാധാരണ നമ്മളിവിടുന്ന് കഴകമാണ് വന്ന് തുറക്കാറ്. അപ്പോൾ അത് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ പുള്ളിയെ വന്ന് കണ്ട് ഇതുപോലെ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് ഈ പുള്ളി എണീക്കുന്നില്ല. ഇയാൾ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. പിന്നെ അടുത്ത് ബാക്കി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ വിളിച്ചറിയിച്ചു. പോറ്റി എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് തട്ടിയാണ് അയാൾ ഉണർത്തിയത്. അപ്പോൾ ഇയാൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. തമിഴാണെന്ന് തോന്നുന്നു. ചോദിക്കുന്ന കാര്യങ്ങൾ പേപ്പറിൽ എന്തൊക്കെയാണ് എഴുതി തരാറ്. അങ്ങനെ പേപ്പറിൽ തമിഴിൽ എന്തൊക്കെ കുറച്ച് പത്രപേപ്പറിൽ എഴുതി തന്നു. പിന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ അവർ വന്ന് പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് സോപ്പ്, എണ്ണ, ഈ സോപ്പ് പൊടി, ഷാമ്പു അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലൊരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുപ്പിൽ എന്തോ പണമാണെന്ന് തോന്നുന്നു, കുറച്ച് പൈസ ഇടുപ്പിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അല്ല, നമ്മൾ നോക്കിയിട്ട് ഇവിടുത്തെ അല്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ പോലീസിനെ ഏൽപ്പിച്ചത്. എന്തായാലും ഇവിടെ വന്നിരുന്ന് കസേരയിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് പുള്ളി. കമ്മിറ്റി ഓഫീസിനകത്തിരുന്ന കുറേ താക്കോൽ കൂട്ടങ്ങളുണ്ട്. നമ്മളിവിടുത്തെ ചെറിയ, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, പഴയ താക്കോൽ കൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പുള്ളിയെടുത്ത് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിലവിൽ നമ്മൾ തുറക്കുന്ന താക്കോലിനെ കാലിൽ ചവിട്ടി പിടിച്ചേക്കായിരുന്നു. അങ്ങനെ ഇരുന്നാണ് കസേരയിൽ നിന്ന് ഉറങ്ങിപ്പോയത്. അപ്പോൾ അതെല്ലാം പോലീസുകാർ വന്നപ്പോൾ എല്ലായിടത്തും നോക്കി. താക്കോലെല്ലാം ഇവിടുത്തെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ പോലീസ് അവരെ കൊണ്ടുപോയത്. ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ അറിയുന്നത്. നാട്ടിൻ്റെ ദേശമായ ഭഗവതി ക്ഷേത്രം. ഞങ്ങൾ ഇന്ന് രാവിലെ മല ചോട്ടാൻ പോകാൻ വേണ്ടി, കെട്ട് കെട്ടാൻ വേണ്ടി രാവിലെ ശാന്തി വന്ന് നട തുറക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം തുറന്ന് കിടക്കണം. ഒരാൾ അകത്തിരുന്ന് ഉറങ്ങുന്നു. കണ്ടാൽ അറിയാൻ പാടില്ലാത്ത ആളാണ്. ഏതാണെന്ന് അറിഞ്ഞത്. അദ്ദേഹം ഉടൻ തന്നെ വിളിച്ച് ജോയിൻറ്റ് സെക്രട്ടറിയെ വിളിച്ചു അറിയിച്ചു. ഉടൻ തന്നെ അവർ എന്നെ വിളിച്ചു. ഞാനിവിടെ വന്നു. അടുത്ത ആൾക്കാർ വന്നു. എല്ലാവരും നോക്കിയപ്പോൾ ഇവിടെ ഒന്നുമുള്ള ആളല്ല. തമിഴ് ആണ് എഴുതുന്നത്. എഴുത്ത് ഭാഷയൊക്കെ അറിയാം, സംസാരിക്കുന്നുണ്ട്. കൈയാഴ്ച മാത്രമേ കാണിക്കുന്നത്. ഒന്നും സംസാരശേഷിയില്ല. നമ്മുടെ തിടപ്പള്ളിയിൽ നിന്ന് അപഹരിച്ചാണ് താക്കോലെടുത്ത് ഇതെല്ലാം തുറന്ന് എല്ലാ താക്കോലും സെറ്റിലാക്കി വെച്ചതും കൊണ്ട് മെയിൻ നട അമ്മയുടെ നട തുറക്കാൻ പോയപ്പോൾ സാധിക്കാതെ വന്ന് ഇവിടെ വന്നിരുന്നു. ശാന്തി ഒന്ന് തുറന്നപ്പോൾ താക്കോൽ നട തുറക്കണില്ല, വീട്ടിൽ പഴങ്ങിപ്പോയി. എന്നിട്ട് വല്ലാതെ തിരിച്ചു അത് തുറക്കാൻ സാധിച്ചില്ല. എന്നും തുറക്കുന്ന നടയാണ്, തുറന്നില്ല എന്ന്. അന്ന് ശാന്തിക്ക് സംശയം തന്നെ വന്ന് നോക്കി. പിന്നെ അദ്ദേഹം വിളിച്ച് നമ്മളെയൊക്കെ അറിയിച്ച് ഇവിടെ വന്ന് നോക്കി. അപ്പോൾ എഴുതുന്നുണ്ട്, എഴുതി കാണിക്കുന്നുണ്ട്. എന്തൊക്കെ കുറേ മദ്രാസ്, തമിഴ്നാട്, കോയമ്പത്തൂർ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പോക്കറ്റ് വശം കുറച്ച് അഡ്രസ്സുകളുണ്ട്. കൊല്ലത്തുള്ള BAയുടെ പ്രസിഡൻറ്റ്. അപ്പോൾ അതിൽ വിളിച്ച് നോക്കി, എക്സ് മെമ്പർ വിളിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. പിന്നെ പോലീസ് അറിയിച്ച് പോലീസ് വന്നവരെ കൊണ്ടുപോയി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദിണ്ടിഗൽ സ്വദേശി സെന്തിലാണെന്ന് തിരിച്ചറിഞ്ഞത്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി മോഷണക്കേസിലെ പ്രതിയാണ് സെന്തിൽ.